തൃശൂർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് എങ്കക്കാട് ദേശപ്പാല നടന്നു. ഉദയം മുതൽ ഉദയം വരെ നീണ്ടുനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഉത്രാളിക്കാവിൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയുടെ പ്രത്യേകത. എങ്കക്കാട് ഷേണായി മില്ലിലാണ് ചടങ്ങുകൾ നടന്നത്. തട്ടക നിവാസികളുടെ ക്ഷേമ ഐശ്വര്യാഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നൂറ്റാണ്ടുകളായി ദേശാപ്പന അനുഷ്ഠിക്കുന്നത്. പന്തലിന് കാൽനാട്ടി കൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പാണ്ടിമേളത്തോടെ ഭഗവതി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. തുടർന്ന് കൂറയിടലും തീണ്ടുനാട്ടലും അകമ്പുകലും നടന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെ ആരംഭിച്ച കളമെഴുത്തിന് ശേഷം വൈകിട്ട് ദീപാരാധന, തായമ്പക, ലളിത സഹസ്രനാമം എന്നിവയും വിപുലമായ അന്നദാനവും നടന്നു. ഇന്ന് പുലർച്ചെ നടന്ന തിരുവുഴിച്ചിൽ, പനവലത്ത് എന്നിവർക്ക് ശേഷം കൊടുങ്ങല്ലൂരമ്മയ്ക്കുള്ള ഗുരുതിയോടെയാണ് പാനയ്ക്ക് സമാപനമായത്. മുഖ്യപാനക്കാരായ ശ്രീധരൻ, തങ്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പാരമ്പര്യ രീതി അനുസരിച്ചുള്ള പൂജാ സംവിധാനങ്ങൾക്ക് തങ്കപ്പൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന പാനയുടെ ഐതിഹ്യ കഥകളും അനുഷ്ഠാനം കൊണ്ട് തട്ടക നിവാസികൾക്കുണ്ടാകുന്ന ആത്മീയ നേട്ടങ്ങളെക്കുറിച്ചും ശ്രീധരൻ വിശദീകരിച്ചു. പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ. കുഞ്ഞൂട്ടി മൂത്താർക്ക് നടത്തുന്ന കലാശത്തോടെ എങ്കക്കാട് വിഭാഗം പൂരച്ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും ദേശപാന നടത്തുന്നതിലൂടെയാണ് പൂരപ്രവർത്തനങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുക. അന്നദാനമാണ് പാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ മുതൽ രാത്രി വരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനമാണ് എങ്കക്കാട് പാനയുടെ ഏറ്റവും വലിയ സവിശേഷത. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.